എല്ലാവർക്കും നമസ്കാരം. 2 ദിവസം മുമ്പ് വിക്രമാദിത്യൻ കഥ പറഞ്ഞു തുടങ്ങിയായിരുന്നു. ബാക്കി പറയാനുള്ള സമയം കിട്ടിയില്ല. അപ്പം ഇന്ന് ബാക്കി ഭാഗം തുടങ്ങാം. അന്ന് നമ്മൾ നിർത്തിവെച്ചതെന്ന് പറഞ്ഞാൽ ഭോജരാജാവ് വിക്രമാദിത്യൻ്റെ സിംഹാസനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്ന ഭാഗമാണ്. അപ്പം ആദ്യത്തെ പടിയിൽ നിൽക്കുന്ന സാലഭഞ്ജിയെ പറഞ്ഞു, നിങ്ങൾ കാലെടുത്ത് വെച്ചാൽ നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കും. ഇത് മഹാചക്രവർത്തിയായ വിക്രമാദിത്യൻ 2000 സംവത്സരം സിംഹാസനമാണ്, അതിലിരിക്കാൻ നിങ്ങൾ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ഇത് കഴിയുമ്പം പിൻവാങ്ങിയ ഭോജരാജാവിനോട് സാലഭഞ്ജിയെ പറയും, നിങ്ങൾക്ക് ആ കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടോ എന്ന് എനിക്കുണ്ടെന്ന് പറയും. അങ്ങനെ ആദ്യത്തെ കഥ തുടങ്ങുവാണ് സാലഭഞ്ജിയ. അപ്പോൾ തുടങ്ങുന്ന ഭാഗം ഇങ്ങനെ: പാടലീപുത്രം എന്നൊരു രാജ്യമുണ്ടായിരുന്നു. ഈ പാടലീപുത്രം എന്ന രാജ്യത്ത് ഒരു മഹാപണ്ഡിതനായിട്ടുള്ള ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. വിദ്യാസാഗർ എന്നാണ് അയാളുടെ പേര്. അയാളിങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൊക്കെ അറിവൊക്കെ നേടിയെങ്കിലും പുള്ളിക്ക് വീണ്ടും വീണ്ടും അറിവുകൾ നേടണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ നല്ലൊരു ഗുരുവിനെ കണ്ടെത്താൻ വേണ്ടി യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ആ യാത്രയിൽ കാലങ്ങൾ കഴിഞ്ഞിട്ടും പുള്ളിക്കൊരു നല്ലൊരു ഗുരുവിനെ കണ്ടെത്താൻ പറ്റിയില്ല. കാരണം ഒരു ഗുരുവിനെ കണ്ടെത്തണമെങ്കിൽ തന്നെക്കായാലും അറിവുള്ളവനായിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കണ്ടെത്താൻ പറ്റിയില്ല. അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്ത് കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു വനാന്തരത്തിലെത്തിക്കഴിഞ്ഞ് അവിടെ ഒരു അരുവിയിൽ നിന്നും കുറച്ച് വെള്ളം കുടിച്ച് ക്ഷീണിച്ച് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുമ്പം ആൽമരത്തിൻ്റെ മുകളിലിരുന്നൊരു ബ്രഹ്മരക്ഷസ് കണ്ടു. ഈ ബ്രാഹ്മണനെ ബ്രഹ്മരക്ഷസ് മുകളിലിരുന്ന് തപസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ബ്രഹ്മരക്ഷസ് താഴെ ഇറങ്ങി വന്നിട്ട് ചോദിക്കും, അല്ലയോ കുമാര, നിങ്ങൾ ആരാണ്, എന്താണ് ഇവിടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കാര്യങ്ങൾ പറയും, ഞാനൊരു ഗുരുവിനെ തേടി വന്നതാണ്, ഇങ്ങനെ എനിക്ക് കുറേ അറിവുകൾ നേടാൻ പറ്റിയ ഗുരുവിനെ. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും വിദ്യാസാഗറിന് മനസ്സിലാവും ഈ ബ്രഹ്മരക്ഷസ് നമുക്ക് പറ്റിയ ഗുരുവാണ്. അദ്ദേഹത്തോട് ചോദിക്കും, എന്നെ ശിഷ്യനാക്കാവുമെന്ന്. അപ്പോൾ ബ്രഹ്മരക്ഷസ് പറയും, ഞാൻ പറയുന്ന പോലെയെല്ലാം നീ കേൾക്കുവാണെങ്കിൽ നിന്നെ ശിഷ്യനാക്കാം. 6 മാസം ഈ മരക്കൊമ്പിലിരുന്ന് തപസ് ചെയ്യണം എൻ്റെ ഒപ്പം. ഭക്ഷണമോ ജലപാനമോ പാടില്ല. അങ്ങനെ എല്ലാം സമ്മതിച്ച് വിദ്യാസാഗർ തപസ് തുടർന്നു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പുതിയ വിദ്യകളും കാര്യങ്ങളും എല്ലാം പഠിച്ചു, അറിവുകൾ നേടി ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങുന്നു. അങ്ങനെ വിദ്യാസാഗർ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ബ്രഹ്മരക്ഷസ് സമാധിയാകുന്നു. അങ്ങനെ വിദ്യാസാഗർ പോകുന്ന വഴിക്ക് കലിംഗ രാജ്യത്തൂടെ പോകുമ്പം ഒരു വലിയ കൊട്ടാരം പോലത്തെ വീട് കാണും. ആ വീട് കണ്ടു കഴിഞ്ഞ് പുള്ളി ഭയങ്കര ക്ഷീണിതനാണ്, ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട്. അപ്പോൾ ആ വീടിൻ്റെ തിണ്ണയിൽ അല്പനേരം വിശ്രമിക്കാനിരുന്നു. അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. അത് കഴിയുമ്പോൾ ആ വീടിൻ്റെ ആ കൊട്ടാരത്തിൻ്റെ ഉടമ എന്ന് പറയുന്ന മന്ദാകിനി എന്ന് പറയുന്ന ഒരു ദേവദാസിയാണ്. മന്ദാകിനി വന്ന് ഇയാളെ എടുത്തുകൊണ്ടേ കിടത്തി തോഴിമാരോട് പറഞ്ഞ് വൈദ്യനെ വിളിച്ചുകൊണ്ടുവന്ന് എല്ലാം ചികിത്സയൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരാഴ്ചത്തെ ചികിത്സ കൊണ്ട് ഇയാളാകെ സുഖം പ്രാപിച്ച് നല്ല ആരോഗ്യവാനാകും. അത് കഴിയുമ്പം മന്ദാകിനി പറയും, എന്നെ വിവാഹം കഴിക്കണം എന്ന് പറയും. വിദ്യാസാഗർ പറയും, പറ്റില്ല എന്ന് പറയും. അയാൾ ബ്രാഹ്മണൻ, ഇവിടെ ശൂദ്രസ്ത്രീയുമാണ്. അപ്പോൾ ബ്രാഹ്മണന്മാർക്ക് അന്നത്തെ നിയമം വെച്ചെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം കഴിച്ച് ക്ഷത്രിയ സ്ത്രീയെ പിന്നെ വിവാഹം കഴിച്ച് വൈശ്യസ്ത്രീയെയും വിവാഹം കഴിച്ചാലോ 4ാമതോ ശൂദ്രസ്ത്രീയെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. നേരിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഭയങ്കര തർക്കത്തിൽ വന്നു കാര്യങ്ങൾ. പുള്ളി പറയും പറ്റില്ല എന്ന് പറയും. അവസാനം രാജകൊട്ടാരത്തിലെത്തും. അവിടെ കൊട്ടാരത്തിൽ ചെന്ന് കഴിയുമ്പം രാജാവ് ഇയാളുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഇയാൾ മഹാപണ്ഡിതനാണെന്ന് മനസ്സിലാവും. അങ്ങനെ വിദ്യാസാഗറിനോട് പറയും, നിങ്ങൾ എൻ്റെ മകളെ വിവാഹം കഴിക്കുക, ബ്രാഹ്മണ സ്ത്രീയെ. മന്ത്രിയുടെ പുത്രിയെയും കല്യാണം കഴിക്കുക, അത് ക്ഷത്രിയ സ്ത്രീയാണ്. പിന്നെ ഇവിടുത്തെ മഹാവൈദ്യൻ്റെ മകളെ, അത് വൈശ്യസ്ത്രീയാണ്. അങ്ങനെ 3 പേരെയും കല്യാണം കഴിച്ച് മന്ദാകിനിയെയും കല്യാണം കഴിക്കും. അങ്ങനെ രാജാവ് കുറേ രാജ്യവും കൊട്ടാരവും ഒക്കെ കൊടുത്ത് പുള്ളിയെ യാത്രയാക്കും. അങ്ങനെ വിദ്യാസാഗർ അവിടെ രാജ്യഭരണം തുടരുമ്പോൾ അതിൽ ഈ രാജാവിൻ്റെ മകളെന്ന് പറഞ്ഞാൽ കമലാവതിയും പിന്നെ കലാവതിയും പിന്നെ മന്ത്രിയുടെ പുത്രി മാലതി പിന്നെ സുമംഗല, മറ്റേ ഈ വൈദ്യരുടെ മകള്. അങ്ങനെ 3 പേരെയും പിന്നെ മന്ദാകിനിയെ, 4ാമത്തെ മന്ദാകിനിയും വിവാഹം കഴിക്കും. അപ്പോൾ ഈ
ഇവരെയും കൊണ്ട് അവിടെ അങ്ങനെ കഴിയുമ്പം എല്ലാവർക്കും ഓരോ കുട്ടികളുണ്ടാവും, ആൺകുട്ടികൾ. അതിൽ ഏറ്റവും മൂത്തയാളുടെ കലാവധിക്കുണ്ടാകുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അതാണ് വരരുചി. നമ്മൾ പറയുവറ്റ പന്തിരുകുലത്തിലൊക്കെ പറയുന്ന വരരുചി. വരരുചി ആദ്യമേ തന്നെ സന്യസിക്കാനായിട്ട് പോകും. രണ്ടാമത് മന്ത്രിപുത്രനായിട്ട് വരുന്ന അദ്ദേഹമാണ് വിക്രമാദിത്യൻ. മൂന്നാമത് വൈശ്യസ്ത്രീയിൽ ഉണ്ടായ ആളാണ് ഭട്ടി. നാലാമത് ഉണ്ടായ ഈ ശൂദ്രസ്ത്രീയിലുണ്ടായ മന്ദാകിനിയിലുണ്ടായ മകൻ ഭർതൃഹരി. അപ്പോൾ ഈ രാജ്യാവകാശം ശരിക്കും പറഞ്ഞാൽ ഈ ശൂദ്രസ്ത്രീയിലുണ്ടായ മകന് കൊടുക്കാൻ പറ്റില്ല. അവർ രാജ്യം ഭരിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല അന്നത്തെ കാലത്ത്. എന്ന് പറഞ്ഞാൽ ക്ഷത്രിയരാണ് രാജ്യം ഭരിക്കുന്നത് ശരിക്കും. അപ്പോൾ ഈ മന്ദാകിനിയിലുണ്ടായ മകന് യാതൊരുവിധ അംഗീകാരങ്ങളും കിട്ടാതെ വരും. പക്ഷേ സത്യത്തിൽ മന്ദാകിനി കാരണമാണല്ലോ ഈ മറ്റുള്ളവരെ വിവാഹം കഴിക്കാനും കാരണം, മക്കളുണ്ടാകാനും കാരണം. അതുകൊണ്ട് വിദ്യാസാഗർ പറയും, എല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് പറയും, ഭർതൃഹരിക്ക് കൊടുക്കാം രാജ്യാവകാശം എന്ന് പറയും. അപ്പോൾ എല്ലാവരും സമ്മതിക്കും. അങ്ങനെ ഭർതൃഹരിക്ക് രാജ്യാവകാശം കൊടുക്കും. അങ്ങനെ ഭർതൃഹരി രാജ്യം ഭരിച്ച് തുടങ്ങുന്നു. അവിടെ ഇന്നിപ്പോൾ തൽക്കാലം ഇവിടെ നിർത്താം. ബാക്കി അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.